നമ്മൾ ഒരുമിച്ചാണ് കുക്ക് ചെയ്യുന്നത്. അതെ ഗൈസ്, ഇന്ന് ഞങ്ങൾ 3 പേരും കൂടെയാണ് കുക്ക് ചെയ്യാൻ കയറിയത്. നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ്? വീട്ടിലുള്ള എല്ലാവരും കൂടെ കുക്ക് ചെയ്യാൻ കയറുമ്പോൾ അതിൻ്റെ ഒരു രസം വേറെ തന്നെയല്ലേ. ആണുങ്ങൾ കുക്ക് ചെയ്യാൻ പാടില്ല, ആണുങ്ങൾ മാറി നിൽക്കണം എന്നുള്ള ഓപ്ഷൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഗൈസ്. അപ്പം നമ്മളുടെ വീട്ടിൽ ആണോ പെണ്ണോ എന്നൊന്നും ഇല്ല, എല്ലാവരും മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. പക്ഷേ പടച്ചോനെ സൃഷ്ടിച്ചിരിക്കുന്നു, എന്തൊക്കെയാണ് പറയുന്നത്. അപ്പം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പോൾ മനുഷ്യന്മാർ തിന്നാനുള്ളത് തനിയെ ഉണ്ടാക്കി തിന്നുന്നതല്ലേ നല്ലത്. എല്ലാവരും വല്ലവരും പെണ്ണുങ്ങൾ ഉണ്ടാക്കട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കുന്ന മണ്ടന്മാരായ ആണുങ്ങളെ ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നു ഗൈസ്. അപ്പോൾ എൻ്റെ ഇക്ക അങ്ങനെ ഒരാളല്ല, ഹീ ഈസ് ഹാൻസം ഗൈസ്. അതുകൊണ്ട് തന്നെ ഇക്കപ്പിയാണ് ഇന്നത്തെ കുക്കിംഗ് എന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടി സിമ്പിളായിട്ടൊരു കുക്കിംഗ് ആണ് ചെയ്യുന്നത് ഗൈസ്. ചിക്കൻ പൊരിക്കുന്നു, അതുപോലെ തന്നെ ഞങ്ങൾ എന്താണ് ഉണ്ടാക്കുന്നത്, ഒറോട്ടി ആയിട്ട് ചിക്കൻ ഫ്രൈ കഴിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ജ്യൂസിനായിട്ട് ഇവിടെ മഹാൻ ഒരു സ്പെഷ്യൽ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. ഇക്കായ അടുക്കള കയറ്റിയുള്ള പ്രശ്നമേ ഇതാണ്. എന്താണെന്നറിയാമോ, ചേരാത്ത ചേരുവകൾ തമ്മിൽ ചേർത്ത് അതൊരു അടിപൊളിയാക്കി എടുക്കും. അപ്പോൾ നമ്മൾ ഇന്നിവിടെ ചെയ്തിരിക്കുന്നത് വാട്ടർമെലനും അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങയും പിന്നെ നമ്മുടെ മുന്തിരി ഇതൊക്കെ കണ്ട് അടുത്തുനിന്ന് ചിരിക്കാനല്ലാതെ എന്നെക്കൊണ്ട് വേറെ ഒരു കാശിനും കൊള്ളത്തില്ലെന്നാണ് ഇക്ക പറയുന്നത്. ആ മുന്തിരിയായിട്ട് മിക്സ് ചെയ്ത് അടിപൊളി ഒരു ജ്യൂസാണ് അടിച്ചിട്ടുണ്ട്. ഞാൻ കളിയാക്കി കേട്ടോ, പക്ഷേ അടിപൊളി ടേസ്റ്റ് ചെയ്തപ്പോൾ അടിപൊളിയായിരുന്നു. അപ്പോൾ ഈ ചിക്കൻ്റെ 2 കാലിൻ്റെയും ഓണർ ആരാന്നറിയോ? ഞങ്ങളുടെ വീട്ടിലെ ഓണർ ഞങ്ങളുടെ കുഞ്ഞുകുട്ടാപ്പിയാണ്. അപ്പം നേരെ കൊണ്ടുപോയി ആ ഗുരുപ്പിനോട് കൊടുക്കട്ടെ, ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം തരില്ല. എൻ്റെ ചിക്കൻ കാലം അങ്ങനെ ചിക്കൻ കാലിൻ്റെ ഓണർക്ക് ചിക്കൻ കാലും കൊടുത്തതിന് തിരിച്ചു വന്നതിന് ശേഷം ഈ ഒരു സമൂസ മേക്കിംഗ് ഉണ്ടല്ലോ, ചിക്കൻ സമൂസ ആണ് ഉണ്ടാക്കുന്നത്. പക്ഷേ അടിപൊളി ഒരു പ്രത്യേകത ഇതിലുണ്ട്, ഇത് മസ്റ്റ് ട്രൈ ആണ്. ഈ ബിങ്കോ ഉണ്ടോ, ഈ ബിങ്കോ പൊടിച്ചിടണം. ഈ ചപ്പിക്ക് വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ട്രൈ ചെയ്തതാണ്, വെറുതെയെങ്കിലും ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അടിപൊളി എന്ന് പറഞ്ഞാൽ വെറും അടിപൊളിയല്ല, സൂപ്പർ കേട്ടോ. ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ട്രൈ ചെയ്യുക. പിന്നെ സമൂസയുടെ ലീഫൊക്കെ ഉണ്ടാക്കിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ, കണ്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞ ഷോർട്സ് കണ്ടാൽ മതി, അപ്പോൾ മനസ്സിലാവും എൻ്റെ സമൂസയുടെ ലീഫിൻ്റെ ഗുണങ്ങൾ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ പ്രാവശ്യം ലീഫ് മേടിക്കായിരുന്നു ഗൈസ്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് നോമ്പൊക്കെ തുറന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ബൈ.